ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് ആണ് വണ്ടി. അതിൻ്റെ ഗിയർ ടൈറ്റായിട്ട് നമ്മൾ എഞ്ചിൻ ഭാഗം അഴിച്ചേർന്നു. അപ്പോൾ നിലവിൽ അതിൻ്റെ സിലിണ്ടർ ക്രാങ്കൊക്കെ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ വർക്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് അതൊരു 1 ഇയർ വാറണ്ടിയിൽ വന്ന വർക്കാണ്. 1 വർഷം വാറണ്ടി ഉണ്ട് അതിന്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യേണ്ട കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഈ ക്ലച്ച് സൈഡ് അഴിക്കണം. അതിൻ്റെ ഉള്ളിൽ സ്ക്രീൻ ഫിൽറ്റർ തന്നെ ഉണ്ട്, ഓയിൽ ഫിൽറ്റർ. അത് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ റോട്ടർ ഫിൽറ്ററും ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 മാസം കഴിഞ്ഞ് വണ്ടി കൊണ്ടുവരണം. 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ. അതിനുശേഷം വേണ്ടത് നമുക്ക് 3 ജനറലായിട്ടുള്ള സർവീസുകൾ വരാം. എൻജിൻ സർവീസ് മസ്റ്റായിട്ടും ഉൾപ്പെടുന്ന 3 ജനറൽ സർവീസ്. അത് നിർബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു വാറണ്ടി സംബന്ധമായിട്ടൊരു ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഒരു 1000 കിലോമീറ്റർ ഓടണ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഓയിൽ ലീക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ടാപ്പറ്റിൻ്റെ സൗണ്ട് വരാം, ക്ലച്ച് ലോഡിങ് ബെയറിങ്ങിൻ്റെ സൗണ്ട് വരാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ആ ഫസ്റ്റിലത്തെ ആ ഒരു മാസം അതിൻ്റെ ഉള്ളിലുള്ള ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങിൻ്റെ കൂട്ടത്തിൽക്കൂടെ അതും കൂടി നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 മാസം കഴിഞ്ഞാൽ ഫിൽറ്റർ ക്ലീനിങ്ങിനും എൻജിൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറയണം കേട്ടോ. അത് ഉണ്ടാവണം. അത് നിലവിൽ ആദ്യത്തെ 1 മാസത്തെ സർവീസ് അത് ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് 3 സർവീസുകളാണ് മതി. അപ്പോൾ കറക്റ്റ് അതിൻ്റെ സർവീസ് ചെയ്യുന്ന ഡീറ്റെയിൽസ്, അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കറക്റ്റായിട്ട് എഴുതി ക്ലിയർ ചെയ്തിട്ട് തരാം. അതും പ്രകാരം നമ്മൾ ചെയ്തു പോകണം കേട്ടോ. ആദ്യത്തെ പോലെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു വാറണ്ടിക്ക് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. കംപ്ലയിൻറ്റ് വരും എന്നല്ല, ബൈ ചാൻസ് എന്തെങ്കിലും സാഹചര്യവശാൽ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്താൽ അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു വാറണ്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ബാക്കിത്തെ ഡീറ്റെയിൽസ് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളും. ബില്ലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞോളൂ കേട്ടോ. വർക്ക് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ.